അൻവരെ യാത്രക്കിടയിൽ കണ്ടു, അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ട് കണ്ടതല്ലോ. സംസ്ഥാന തലത്തിൽ ഒരു ജാഥ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാഥയിൽ സഹകരിക്കണം എന്ന് പറഞ്ഞു. സമരം വനവകുപ്പിനെതിരെയാണ്. നല്ല സമരമാണ്, ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, നടക്കട്ടെ. അപ്പോൾ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആലോചിക്കാം എന്ന് പറഞ്ഞു. വനവകുപ്പ് എന്ന് പറയുമ്പോൾ സർക്കാരിനെതിരെ സ്വാഭാവികമായിട്ടുള്ള വിമർശനമാണ്. പിന്നെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ മാറി നിൽക്കാനുള്ള ആ നിലയിൽ ആലോചിച്ചിട്ടേ പോകും. CPM-ന്റെ മെമ്പർഷിപ്പ് പുതുപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതിനെതിരായി എന്നുള്ളതല്ല. രണ്ട് നീതി പാർട്ടിക്കകത്ത് പാടില്ല. പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ പാർട്ടിയെ കച്ചവടമാക്കി പാർട്ടിയെ വിൽപ്പന നടത്തി ചെയ്യുന്ന ആളുകളുടെ നേതൃത്വത്തിൽ അവർക്ക് പരാതിപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ശിക്ഷ. 2 ശിക്ഷ, ഡീപ്രമോഷനും കൂടെ. അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടിയെ ധിക്കരിച്ചു എന്നുള്ളതല്ല. അങ്ങനെ പാർട്ടി ഒരു നിലപാട് അങ്ങനെ പോയാൽ മതി എന്ന് ആണ് പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അതങ്ങനെ പോകട്ടെ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഇപ്പം പത്രവും മീഡിയേഴ്സിനും ഇപ്പം അറിയിക്കേണ്ടതില്ലല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.